അപ്പോൾ ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാവുന്ന തോന്നുന്നു. അറിയാത്തവർക്ക് വേണ്ടി പറയാണ്, നമ്മുടെ കോമിക്കോൺ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ നമ്മുടെ മാർവലിൻ്റെ ഡിസ്നിയുടെ ഒക്കെ പാനൽ വരുന്ന അവസാനമായിട്ട്, അതായത് 15-ാം തീയതി 16-ാം തീയതിയാണ് അവരുടെ ആ പാനൽ വരുന്നത്. സോ അപ്പോൾ നമുക്ക് ഡൂംസ്ഡേയുടെ ട്രെയിലറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു അപ്ഡേറ്റ്സ് അപ്പോൾ കിട്ടിയിരിക്കും. ഇപ്പോൾ ഓൾറെഡി നമ്മുടെ സോണിയുടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു, കഴിഞ്ഞെന്ന് തോന്നുന്നു. അങ്ങനെ അതിൽ നമ്മുടെ സ്പൈഡർമാൻ്റെ, അതായത് നമ്മുടെ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂഡേയുടെ ഒരു എക്സ്ട്രാ കുറച്ച് ഫുട്ടേജസും പിന്നെ കുറച്ച് പോസ്റ്റേഴ്സും പിന്നെ സ്പൈഡർവേഴ്സ് അക്രോസ് ദ സ്പൈഡർവേഴ്സിൻ്റെ കുറച്ച് ഫുട്ടേജസും പോസ്റ്റേഴ്സൊക്കെ അവർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ആ ഫുട്ടേജസൊന്നും ഇതുവരെ ലീക്ക് ആയിട്ടില്ല, പക്ഷേ പോസ്റ്റേഴ്സ് ഓൾറെഡി ഓൺലൈനിൽ റിലീസ് ചെയ്ത് കഴിഞ്ഞു ഒഫീഷ്യലായിട്ട് തന്നെ. പക്ഷേ അത് കണ്ടിട്ടുള്ള ഓഡിയൻസ് എന്തായാലും പുറത്തു വന്ന് പറയാതിരിക്കുമല്ലോ. ആ എക്സ്ട്രാ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂഡേയുടെ അക്രോസ് ദ സ്പൈഡർവേഴ്സിലൊക്കെ എന്ത് ഫുട്ടേജസ് ആണ് കാണിച്ചിരിക്കുന്നതെന്ന് മൊത്തം ഡിസ്ക്രിപ്ഷൻ അടക്കം തന്നെ അവന്മാർ പുറത്തു വന്ന് ലീക്ക് ചെയ്തിട്ടുണ്ട്. സോ അതിൽ എന്തൊക്കെയാണ് കാണിച്ചിരിക്കുന്നതെന്നൊക്കെ നമുക്ക് നോക്കിക്കളയാം. ഇനി ഈ വീഡിയോ ലീക്ക് ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാൻസ് ഇല്ല, കാരണം കോമിക്കോണൊക്കെ അത്രയും സെക്യൂർ ആയിട്ടാണ് നടക്കുക. അതുകൊണ്ട് ഈ വീഡിയോസ് ലീക്കായിട്ട് ഓൺലൈനിൽ ലീക്ക് ആവുമെന്നുള്ളത് നടക്കാൻ ചാൻസ് ഇല്ല. സോ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പിന്നെ ഇതേപോലുള്ള മാർവൽ അപ്ഡേറ്റ്സ് ആൻഡ് കോമിക് കണ്ടൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ആ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ ചെയ്തേക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ആക്ച്വലി ആ ഫുട്ടേജസ് ഇട്ട് കാണിച്ചിരിക്കുന്നതിൽ മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ട്രെയിലറിൽ തന്നെ നമ്മളൊരു ഷോട്ട് കണ്ടിട്ടുണ്ടാവും. അതായത് നമ്മുടെ പീറ്റർ പാർക്കർ ഒരു റെസ്റ്റോറൻറ്റിലോ എന്തോ ഒരു സ്ഥലത്ത് ഇരിക്കുന്ന പോലെ. ആ ടൈമിലായിരിക്കും പുള്ളിയുള്ള ആ സ്ഥലത്തൊക്കെ നമ്മുടെ നെഡ് വരുന്നതും അങ്ങനെ നെഡിനെ നമ്മുടെ ടോം ഹോളൻഡ് സ്പൈഡർമാൻ കാണുന്നതും അങ്ങനെ പുള്ളിക്ക് നൻപനെ മിസ്സാകുന്ന പോലുള്ള ഒരു സീനൊക്കെ അവിടെ കാണിച്ചിട്ടുണ്ടാവും. ആ ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് ആ ഫുട്ടേജിൽ കാണിച്ചിരിക്കുന്ന ആ സീൻ സ്റ്റാർട്ടാവുന്നത് തന്നെ. അതായത് ട്രെയിലറിൽ കാണിച്ചിരിക്കുന്ന ആ സീനിൻ്റെ അതേ ദിവസം തന്നെ നൈറ്റിൽ എന്താണ് സംഭവിക്കുന്നതെന്നാണ് ഈ സീനിൻ്റെ അടുത്ത സീൻ കട്ട് ചെയ്തിട്ട് പിന്നെ കാണിക്കുന്നത്. നമ്മുടെ നെഡ് ഒരു പാർട്ടിക്ക് വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നെഡിനെ ഫോളോ ചെയ്തിട്ട് നമ്മുടെ പീറ്റർ പാർക്കറും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി നമ്മൾ ട്രെയിലറിൽ തന്നെ കണ്ടിട്ടുണ്ടാവും, അതായത് ഏത് പാർട്ടിക്കാണ് ഇവർ പോകാൻ വേണ്ടി പോകുന്നതെന്ന്. അങ്ങനെ നെഡിനെ ഫോളോ ചെയ്തിട്ട് തന്നെ നമ്മുടെ പീറ്റർ പാർക്കറും ആ പാർട്ടീൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. ഒബ്വിയസ്ലി ഒരു പാർട്ടിയാണ്, കുറേ പേരുണ്ടാവും. അതുകൊണ്ട് തന്നെ നീ ആരാ ഏതാണെന്നൊന്നും ചിലപ്പോൾ പുള്ളിനോട് ചോദിച്ചിട്ടുണ്ടാവില്ല ആരും. അങ്ങനെ നമ്മുടെ പീറ്റർ പാർക്ക് പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു സ്ഥലത്ത് കുറച്ച് ലെഗോസൊക്കെ കൊണ്ടുള്ള കുറച്ച് കൺസ്ട്രക്ഷൻ പോലത്തെ സാധനങ്ങളൊക്കെ കാണിക്കുന്നത്. അങ്ങനെ അത് കാണുമ്പോൾ ഈ ഫസ്റ്റ് നമ്മുടെ സ്പൈഡർമാൻ ഹോം കമ്മിങ്ങിൽ തന്നെ നെഡും പീറ്ററൊക്കെ പാർക്കറൊക്കെ കൂടിയിട്ട് ഇതേപോലെ ലെഗോയുടെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നവരെ കാണിച്ചിട്ടുണ്ടാവും. അങ്ങനെ പുള്ളിക്ക് പഴയ മെമ്മറീസൊക്കെ, ഫ്രണ്ടിനെ കുറിച്ചുള്ള പഴയ മെമ്മറീസൊക്കെ ഇങ്ങനെ റീകോൾ ആയി വരും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്തുള്ള റൂമിലേക്ക് പോകുമ്പോഴാണ് കാണുന്നത്, ഒരു റൂമിൽ ഒരു മൊത്തം ബോർഡ് നിറച്ച് തന്നെ പുള്ളിനെ കുറിച്ചുള്ള, അതായത് നമ്മുടെ സ്പൈഡർമാനെ കുറിച്ചുള്ള മൊത്തം ഫോട്ടോസ് അടുക്കി വെച്ചിരിക്കുകയാണ്, ഒരു ഇൻവെസ്റ്റിഗേഷൻ പോലെ. ഇവന്മാർക്ക് എന്തിനാണ് എൻ്റെ ഫോട്ടോസ്? ഒരു പക്ഷേ നെഡിനും എം ജെക്കും ഞാനാണ് സ്പൈഡർമാൻ എന്നുള്ള മനസ്സിലായോ എന്നൊക്കെ പുള്ളി വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴായിരിക്കും ബാത്റൂമിൽ നിന്ന് ഇച്ച് മുള്ളിയിട്ട് നമ്മുടെ നെഡ് പുറത്തേക്ക് വരുന്നത്. അപ്പോഴാണ് പുള്ളി പറയുന്നത് എന്തിനാണ് ഈ ഫോട്ടോസ് പുള്ളി കളക്ട് ചെയ്ത് വെച്ചതെന്നും എന്തിനാണ് സ്പൈഡർമാനെ കുറിച്ച് ഇവരിങ്ങനെ അറിയാൻ വേണ്ടി ശ്രമിക്കുന്നതെന്നൊക്കെ പറയുന്നത്. അതായത് പുള്ളി പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, സ്പൈഡർമാൻ സ്കൂളിലുള്ള ടൈമിൽ ഞങ്ങൾ ഒരുപാട് തവണ ശിക്ഷിച്ചിട്ടുണ്ട്, ഞങ്ങൾ ഒരുപാട് സമയം ആ സ്പൈഡർമാൻ്റെ കൂടെ സമയം ചിലവഴിച്ചിട്ടുമുണ്ട്. ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് സ്പൈഡർമാൻ. പക്ഷേ ആ സ്പൈഡർമാൻ്റെ മാസ്കിൻ്റെ പുറകിൽ ആരാണുള്ളതെന്ന് അവർക്ക് അറിയില്ല എപ്പോഴും. അതുകൊണ്ടാണ് ഈ സ്പൈഡർമാനെ എങ്ങനെയെങ്കിലും ഞങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അവനെ കണ്ടുപിടിച്ചിട്ട് ഞങ്ങൾക്ക് താങ്ക്സ് പറയണമെന്ന് പറയാണ്. സോ അങ്ങനെയുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇവർ സ്പൈഡർമാനെ ഇപ്പോൾ ട്രാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് തന്നെ. അതായത് നമ്മുടെ നോവേ ഹോമിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതായത് പീറ്റർ പാർക്കറാണ് സ്പൈഡർമാൻ എന്നുള്ള കാര്യം ആർക്കും അറിയില്ല. പക്ഷേ ഓൾറെഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ നെഡിനെയും എം ജിനെയൊക്കെ സ്പൈഡർമാൻ ആയിട്ട് തന്നെ ഒരുപാട് തവണ ഇവർ ഹാങ് ഔട്ട് ചെയ്യുന്നതും ഒരുപാട് തവണ സേവ് ചെയ്യുന്നതൊക്കെ ഓൾറെഡി നമ്മൾ പടത്തിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അതായത് സ്പൈഡർമാൻ എന്നുള്ള ഒരാൾ ഇവരുടെ കൂടെ ഒരുപാട് ടൈം ഫ്രണ്ടായിട്ട് നടന്നിട്ടുള്ളതും ഇവരെ രക്ഷിച്ചിട്ടുള്ളതൊക്കെ നമ്മുടെ നെഡിനും എം ജിക്കൊക്കെ അറിയാം. പക്ഷെ അതാരാണ്, ആ മാസ്കിൻ്റെ പുറകിൽ ആരാണുള്ളത്, നമ്മുടെ പീറ്റർ പാർക്കർ ആണെന്നുള്ള കാര്യമാണ് അവരിപ്പോൾ എല്ലാവരും മറന്നിരിക്കുന്നത്. കാരണം അതും ശരിയാണ്. കാരണം സ്പൈഡർമാൻ രക്ഷിച്ചിട്ടുള്ള എല്ലാവർക്കും സ്പൈഡർമാനാണ് അവർ രക്ഷിച്ചിട്ടുള്ളതെന്ന് അറിയാം, പീറ്റർ പാർക്കറിനെയാണ് അറിയാത്തത്. പക്ഷേ നമ്മുടെ നെഡിനും എം ജെക്കും ഓൾറെഡി സ്പൈഡർമാനായിട്ടാണ് അവർ ഫ്രണ്ടായിട്ടുള്ളത് തന്നെ, അവരുടെ കൂടെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ ആരുടെ കൂടെയാണ് ഇത്രയും നാൾ ഇത്രയും ഫ്രണ്ടായിട്ടിരുന്നത്, പക്ഷേ അവൻ്റെ മുഖം എന്തുകൊണ്ടാണ് നമുക്ക് ഓർമ്മയില്ലാത്തതെന്ന് പറഞ്ഞിട്ട് അവർ ചിലപ്പോൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ ഈ സ്പൈഡർമാനെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ നെഡ് സ്പൈഡി ട്രാക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ടെന്നൊക്കെ ആ സീനിൽ കാണിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ആ ആപ്പ് എങ്ങനെ വർക്ക് ചെയ്യുന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ, ചിലപ്പോൾ ആ പടത്തിൽ എങ്ങനെയൊക്കെ കാണിക്കുമായിരിക്കും. അങ്ങനെ ഇവർ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ടൈമിൽ തന്നെ നമ്മുടെ നെഡിന് ഓൾറെഡി 2 പേരെ സംശയം ഉണ്ടെന്നും പുള്ളി പറയും. അതായത് നമ്മുടെ ഫ്ലാഷ് തോംസണും പിന്നെ പുള്ളിയുടെ അവരുടെ ടീച്ചറായിട്ടുള്ള പുള്ളിയും. ഇവരെ 2 പേരാണ് നമ്മുടെ നെഡ് ഒരു സസ്പെക്റ്റ് ആക്കി വെച്ചിട്ടിരിക്കുന്നത്. അത് ചിലപ്പോൾ ഒരു കോമഡി രീതിക്ക് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അതിനടുത്ത സീനിലാണ് നമ്മുടെ എം ജെ അങ്ങോട്ട് വന്നിട്ട് നമ്മുടെ പീറ്ററിൻ്റെ അടുത്ത് ഞാനാണ് എം ജെ എന്ന് പറഞ്ഞിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ പുള്ളിയുടെ പേര് പീറ്റർ പാർക്കർ എന്നായിരിക്കില്ല പറഞ്ഞിട്ടുണ്ടാവുക, മെയിൻ ആഡ് എന്ന് പറഞ്ഞിട്ടുള്ള വേറെ എന്തോ ഒരു പേരാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ പുള്ളിയും പറയുന്നുണ്ട്, അതായത് ഞാൻ ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്, ഇതേ ഫ്ലോറിൽ തന്നെയാണ് പുള്ളിയും താമസിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അതായത് ഞാൻ നിങ്ങളുടെ നെയ്ബറാണെന്നുള്ള രീതിക്കൊക്കെയാണ് പുള്ളി അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതേ ഒരു സീൻ തന്നെയാണ് ട്രെയിലറിലെ എൻഡിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവുക, ഫ്രണ്ട്ലി നെയ്ബർ എന്നുള്ള ഡയലോഗ് വരുന്ന സീന്.
അതിന് ശേഷമുള്ള സീന് കട്ട് ചെയ്തിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ എം ജെയും നെഡും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതായത് ഇതിപ്പോൾ നമ്മുടെ എം ജെക്ക് ഒരു ജോബ് ഓഫർ വന്നു, പക്ഷേ ആ ജോബ് ഓഫർ വേണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ എം ജെ ഒഴിവാക്കി കളഞ്ഞു. എന്തിനാണ് നെഡ് ആ ജോലി നീ വേണ്ടാന്ന് വെച്ചെന്ന് എം ജെനോട് ചോദിച്ചപ്പോൾ അതൊരു സോൾലെസ് ആയിട്ടുള്ള ഒരു കോർപ്പറേറ്റിന് വർക്ക് ചെയ്യുന്ന പോലെയാണുള്ളത്. അങ്ങനെ ഒരു കോർപ്പറേറ്റിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു രീതിക്കുള്ള ഒരു ലൈഫ് എനിക്ക് വേണ്ടാന്നാണ് എം ജെ പറഞ്ഞത്. അവർക്ക് പ്രാന്ത്, പൈസ കിട്ടിയാൽ പിന്നെ പണിക്ക് കൂടെ. ഇനി ആ സോൾലെസ് ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ഓസ്കോപ്പ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. കാരണം ഓൾറെഡി എന്തായാലും ഈ മാർവലിൽ എം സി യുവിൽ ഓസ്കോപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. കാരണം നോവേ ഹോമിൽ നമ്മുടെ നോർമൻ ഓസ്ബോൺ മാർവൽ യൂണിവേഴ്സിലേക്ക് വന്നപ്പോൾ തന്നെ പുള്ളി ഓസ്കോപ്പ് എവിടെയാണെന്ന് എനിക്ക് ആദ്യം തന്നെ തപ്പിയിട്ടുണ്ടാവുക. അങ്ങനെ ഓസ്കോപ്പ് ഈ യൂണിവേഴ്സിൽ ഇല്ലാന്ന് തന്നെ പുള്ളി പറയുന്നുണ്ട്. സോ ഇനി അതേപോലെ പുതിയൊരു ഓസ്കോപ്പ് കെട്ടിപ്പൊങ്ങിയോന്നൊക്കെ അറിയില്ല. ചിലപ്പോൾ ഇനി വേറെ ഏതെങ്കിലും ഒരു കമ്പനി ആയിരിക്കാം. അങ്ങനെ ഈ സീനൊക്കെ കാണിച്ചതിന് ശേഷമാണ് നമ്മുടെ എം ജെയുടെ ഇപ്പോൾ കറണ്ടായിട്ടുള്ള പുള്ളിക്കാരത്തിൻ്റെ പുതിയ ബോയ് ഫ്രണ്ടിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും കിസ് അടിക്കുന്നത് നമ്മുടെ പീറ്റർ പാർക്കർ കണ്ടിട്ട് എനിക്കിതൊന്നും കണ്ടു നിൽക്കാൻ പറ്റില്ല ഷാജിയേട്ടാന്ന് പറഞ്ഞിട്ട് പുള്ളി അവിടെ നിന്ന് പോകും. അങ്ങനെ ഈ ഒരു സീൻ കാണിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ട്രെയിലറിൽ കണ്ടിട്ടുള്ള ഒരുപാട് കുറച്ച് സ്ലോ മോഷൻ സീൻസൊക്കെ കാണിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം പിന്നെ വേറൊരു എക്സ്ട്രാ ഫുട്ടേജും കൂടി കാണിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ ഡാമേജ് കൺട്രോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ആ ഡാമേജ് കൺട്രോൾ മൊത്തം നമ്മുടെ സ്പൈഡർമാനെ ചുറ്റി വളഞ്ഞിട്ട് അവർ തമ്മിൽ നമ്മുടെ ഡാമേജ് കൺട്രോളും സ്പൈഡർമാനും തമ്മിലൊരു ഫൈറ്റ് നടക്കുന്ന ഒരു ഫുട്ടേജ് കാണിക്കുന്നുണ്ടെന്ന്. സോ ഇതോടെ ആ ഫുട്ടേജസ് അവിടെ എൻ്റെ ആവാണ്. ഇത്രയാണ് അഡീഷണലായിട്ട് ആ സിനിമ കോണിൽ ഇട്ട് കാണിച്ചിരിക്കുന്നത്. എന്നാൽ ആ സോൾലെസ് കോർപ്പറേഷൻ ഏതായിരിക്കും, അത് ഏതാണെന്ന് കാണുമല്ലോ. പിന്നെ ഒഫീഷ്യലായിട്ട് തന്നെ നമ്മുടെ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയുടെ 2 ഒഫീഷ്യൽ പോസ്റ്റർ റിലീസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരെണ്ണം നമ്മുടെ സ്പൈഡർമാൻ്റെ കണ്ണിൻ്റെ ഉള്ളിൽ എം ജെനെ കാണുന്ന പോലെയും പിന്നെ ഒരെണ്ണം സ്പൈഡർമാൻ നമ്മുടെ ഹാൻഡിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്ന പോലെയുള്ള ഒരു പോസ്റ്ററും. സോ ഇത്രയാണ് സ്പൈഡർമാനെ കുറിച്ചിട്ട് ആ കോമിക് കൊണ്ട് കാണിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ബിയോണ്ട് ദ സ്പൈഡർവേഴ്സിലേക്ക് പോവാം. ഈ ബിയോണ്ട് ദ സ്പൈഡർവേഴ്സിനെ കുറിച്ചിട്ട് ഇപ്പോൾ മൊത്തം 4 പോസ്റ്റേഴ്സ് റിലീസായിരിക്കുകയാണ്. അതിലൊന്ന് നമ്മുടെ മൈൽസും പുള്ളിയുടെ ഡാഡിയും ഒരുമിച്ചിരിക്കുന്ന പോലത്തെ ഒരു പോസ്റ്റർ. ഒരു പക്ഷേ ഇത് ഒരു ഫ്ലാഷ് ബാക്ക് സീനായിരിക്കാം, അല്ലെങ്കിൽ പടത്തിൻ്റെ ഒക്കെ എൻഡിൽ നമ്മുടെ മൈൽസ് വീണ്ടും പുള്ളിയുടെ അച്ഛനെ കാണുന്നതും അവർ ഒന്നു ചേരുന്നതൊക്കെ ആയിരിക്കാം. പിന്നെ വേറൊരു പോസ്റ്ററിൽ നമ്മുടെ അങ്കിൾ എയറനും ജെഫസൺ ഡേഴ്സും രണ്ടുപേരും യങ് ഏജിൽ ഒരു ചെറുപ്പക്കാരുടെ ഏജിലുള്ള പോലെ ആയിരിക്കും കാണിച്ചിട്ടുള്ളവ. ഒരു പക്ഷേ ഇത് ഫ്ലാഷ് ബാക്ക് ആണോ അതോ വേറൊരു യൂണിവേഴ്സ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറൊരു യൂണിവേഴ്സ് ആവാനാണ് എനിക്ക് ചാൻസ് എന്ന് തോന്നുന്നു. പിന്നെ അടുത്ത പോസ്റ്ററിൽ നമ്മുടെ സ്പൈഡർ പങ്ക് വന്നിട്ട് നിൻ്റെ തന്തനെ പോയി രക്ഷിക്കടാന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്ററുണ്ട്. പിന്നെ അടുത്ത പോസ്റ്ററിൽ നമ്മുടെ സ്പൈഡർമാൻ മിഗ്വൽ ഒഹേറ സ്പൈഡർമാനെ തൂക്കിയെടുത്ത് ചുമരിലടിക്കുന്ന പോലത്തെ ഒരു പോസ്റ്റർ. ഇത്രയാണ് പോസ്റ്റേഴ്സായിട്ട് റിലീസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിനെക്കുറിച്ച് ഓൾറെഡി ഒരു ഫുട്ടേജ് ഇട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ഫുട്ടേജിൽ എന്താണ് കാണിച്ചിരിക്കുന്നതെന്ന് പുറത്ത് വന്നവർ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് മൊത്തം ഈ ബിയോണ്ട് ദ സ്പൈഡർവേഴ്സിൻ്റെ ഓപ്പണിംഗ് സീനാണ് അതിൽ കാണിച്ചിരിക്കുന്നത്. അതായത് എക്രോസ് ദ സ്പൈഡർവേഴ്സ് എവിടെയാണോ അവസാനിച്ച് ആ കൃത്യസ്ഥലത്തു നിന്നാണ് ബിയോണ്ട് ദ സ്പൈഡർവേഴ്സ് തുടങ്ങുന്നത് തന്നെ. അതായത് ആ അക്രോസ് ദ സ്പൈഡർവേഴ്സിൻ്റെ എൻഡിൽ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളത് തന്നെ. അതായത് അതിൽ നമ്മുടെ അങ്കിൾ എയറനും പ്രൗളറും ചേർന്നിട്ട് സ്പൈഡർമാനൊക്കെ കെട്ടി വെച്ചിട്ടുണ്ടാവും. ആ യൂണിവേഴ്സിൽ പ്രൗളറായിട്ട് നമ്മുടെ മൈൽസ് തന്നെ ആയിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. അങ്ങനെ അവിടെ നമ്മുടെ അങ്കിൾ എയറിൻ്റെ അടുത്തും ഈ പ്രൗളർ മൈൽസിൻ്റെ അടുത്തും നമ്മുടെ സ്പൈഡർമാൻ മൈൽസ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാണ്. അതായത് ഈ ക്യാനൻ ഇവൻ്റ് എന്താണെന്നും പുള്ളി എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും, പിന്നെ സ്പൈഡർമാൻ്റെ ഒരു സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടുള്ള കുറേ പ്രാന്തന്മാർ പുള്ളിനെ തുരത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ. എൻ്റെ തന്തപ്പടി 2 ദിവസത്തിനുള്ളിൽ മരിക്കാൻ പോവാണ്, പുള്ളി ഓഫീസറായി മാറുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെയല്ലേ എൻ്റെ യൂണിവേഴ്സിൽ പോയിട്ട് അത് തടുക്കണം എന്നൊക്കെ പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എങ്ങനെയെങ്കിലും എന്നെ ഇവിടുന്ന് സഹായിക്കണം, എങ്ങനെയെങ്കിലും എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടണം, എന്നെ ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് മൈൽസ്. അങ്ങനെ പുള്ളിയുടെ സംഭവങ്ങളൊന്നും നടക്കുന്നില്ല, കാരണം അവർക്ക് മനസ്സിലാവത്തില്ല. അങ്ങനെ പുള്ളിയുടെ പവേഴ്സ് യൂസ് ചെയ്തിട്ട് ആ ചെയിൻസൊക്കെ അവിടെ നിന്ന് ലൂസാക്കിയിട്ട് എസ്കേപ്പ് ചെയ്ത് പോകുന്ന പോലെയാണ് ആ ഫുട്ടേജ് കാണിച്ചിരിക്കുന്നത്. പിന്നെ അതിനുശേഷം ഒരു മോണ്ടേജ് പോലെ കാണിച്ചിരിക്കുകയാണ്. അതായത് അതിൽ ഏതൊക്കെ ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്, നമ്മുടെ സ്പൈഡർമാൻ്റെ ബാക്കിയുള്ള വേരിയൻസ് ആയിട്ടുള്ള സ്പൈഡർമാൻ ഇന്ത്യ, ഗ്വെന്നി, സ്പൈഡർ നോയർ, സ്പൈഡർമാൻ ഹാമൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ക്യാരക്ടേഴ്സും പിന്നെ നമ്മുടെ മിഗ്വൽ ഒഹേറയും കിങ് പിന്ന് അതിൽ കാണിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഈ ഒരു സീനാണ് ബിയോണ്ട് ദ സ്പൈഡർവേഴ്സിനെ കുറിച്ച് ഇട്ട് കാണിച്ചിരിക്കുന്നത്. സത്യം പറയുകയാണെങ്കിൽ ഈ ഒരു പടം ഹിറ്റ് ആവുകയാണെങ്കിൽ വൺ ഓഫ് ദ ഫേമസ് ട്രയോളജി ആയിട്ട് ഇതും മാറും. ഇതാണ് നമ്മുടെ സോണിയുടെ പാനലിൽ ഇപ്പോൾ സോണി അവതരിപ്പിച്ചിട്ടുള്ളത്. ഇനിയാണ് നമ്മുടെ മെയിൻ സാധനങ്ങൾ വരാൻ വേണ്ടി പോകുന്നത്. അതായത് ഫ്രൈഡേ ആണ് ഈ സിനിമ കോണിൽ നമുക്ക് ആവശ്യമുള്ള മെയിൻ ആയിട്ടുള്ള സംഭവങ്ങൾ തന്നെ വരാൻ വേണ്ടി പോകുന്നത്. കാരണം 15, 16 ആ ഡേറ്റിലൊക്കെയാണ് നമ്മുടെ ഡിസ്നിയുടെയും മാർവലിൻ്റെയും ആ പാനൽ വരുന്നത്. ഓഫ് കോഴ്സ് നമ്മുടെ ഡിസ്നി എന്തായാലും മാർവൽ ഇറക്കി വിടാൻ വേണ്ടി പോകുന്നത് അവരുടെ വജ്രായുധം തന്നെയായിരിക്കും, അവഞ്ചേഴ്സ് ഡൂംസ്ഡേ. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം നമുക്ക് എന്തായാലും കിട്ടും. ഒന്നെങ്കിൽ അതൊരു ട്രെയിലർ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഡൂമിൻ്റെ ഒരു ഫസ്റ്റ് ലുക്കോ, അല്ലെങ്കിൽ ഡൂമിൻ്റെ ഒരു ക്യാരക്ടർ റിവീൽ ആയിട്ടുള്ള ഒരു ട്രെയിലറോ ആയിരിക്കാം. എന്തെങ്കിലുമൊക്കെ അന്ന് എന്തായാലും ഉണ്ടാവും. അന്ന് കിട്ടിയതും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ അതേപോലെയുള്ള മാർവൽ ആൻഡ് DC അപ്ഡേറ്റ്സും നമ്മുടെ കോമിക്കിനെ കുറിച്ചുള്ള കുറച്ച് എക്സ്പ്ലനേഷനൊക്കെ കാണാൻ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ഒന്ന് ടിക്ക് ചെയ്തേക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.